ഇങ്ങോട്ട് ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുക. പ്രചാരണ പര്യടനമല്ല, റിപ്പോർട്ടിംഗ് പര്യടനമാണ്. അത് തുടങ്ങുന്നത് കണ്ണൂരിലെ പ്രശസ്തമായ പയ്യാമ്പലം കടൽ തീരത്തുള്ള ശവകുടീരങ്ങൾ, അനവധി ശവകുടീരങ്ങൾ. അതിൽ ഏറ്റവും പ്രഖ്യാതമായ ശവകുടീരം, കേരളത്തിലെമ്പാടും എല്ലാവർക്കും പ്രഖ്യാതമായ ശവകുടീരം കേരളത്തിൻ്റെ വിപ്ലവ നായകനായിരുന്ന സഖാവ് AKGയുടെയാണ്. AKGയുടെ സ്മാരകമാണ് ഈ കാണുന്നത്. 1977 മാർച്ച് 22-നാണ് അദ്ദേഹം മരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന ആ രാത്രിയാണ് അടിയന്തരാവസ്ഥയുടെ ആ അന്ത്യം കുറിക്കുന്നത്. അദ്ദേഹത്തിന് അത് കേൾക്കാൻ പറ്റിയില്ല. ഇന്ദിരാ ഭരണം അവസാനിക്കുന്ന ദിവസമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് ആദ്യമായി കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരുന്ന ആ ഘട്ടം. അന്ന് ആ വിവരം അറിയാതെ ആഗ്രഹിച്ചിരുന്ന ആൾ, അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റിൽ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് AKG. പക്ഷെ അദ്ദേഹം 77 മാർച്ച് 22-ന് അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ജനസാഗരം ഇരമ്പിയ ഒരു യാത്രയായിരുന്നു, അന്ത്യയാത്രയായിരുന്നു അത്. അദ്ദേഹം ഇവിടെയാണ് വിശ്രമിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രചാരണ പര്യടനം ആരംഭിക്കുന്നതിൻ്റെ കാരണം, ഞങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തെയും പ്രമുഖ 2026-ലെ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവരും കാത്തിരിക്കുന്ന ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. കണ്ണൂരിൽ നിന്ന് തുടങ്ങി കേരളത്തിൻ്റെ തെക്കേ അറ്റം വരെ വന്ന് പ്രമുഖമായ മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ്. എന്നോടൊപ്പം ശ്രീ P അനിലുണ്ട്, ശ്രീ A വഹീദുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള ഒരു യാത്രയാണ്. പല പല ഘട്ടങ്ങളിലായി പല പല പ്രമുഖ മണ്ഡലങ്ങളിലും പോയി നടത്തുന്ന വിശകലനങ്ങളുടെയും മറ്റും ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. ശ്രീ P അനിൽ, സഖാവ് AKGയുടെ അവിടെ നിന്ന് ആരംഭിക്കുന്നത് നമ്മൾ ഇടതുപക്ഷക്കാരായതുകൊണ്ടൊന്നുമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു മുഖം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് AKGയെ പോലുള്ള പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറയുന്ന ആളിൻ്റെ പോരാട്ടമാണ്. എങ്ങനെയാണ് നമുക്ക് ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയാം? തീർച്ചയായും ശ്രീ AKG സ്വപ്നം കണ്ട ഒരു ഇന്ത്യ, അത് കേവലം ഒരു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് ഇന്ത്യ എന്നൊരു സങ്കല്പത്തിലൂടെ ആയിരുന്നു അദ്ദേഹം പാർലമെന്റിനുള്ളിലും പുറത്തും സമരം ചെയ്തത്. അന്ന് അദ്ദേഹം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വലിയ തരത്തിൽ വിമർശിച്ച ജവഹർലാൽ നെഹ്റുവിനെ ഇന്ന് നമ്മൾ അതേ പാർട്ടിയിൽ ഇന്നും വിശ്വസിക്കുന്ന പല ആളുകളും വളരെ ആദരവോടെ കാണേണ്ടി വരുന്ന തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാതെ വലതുപക്ഷവൽക്കരണത്തിന് വിധേയമാകുമ്പോൾ അതിൻ്റെ ചെറുതല്ലാത്ത സ്വാധീനം കേരളത്തിലും ഉണ്ടെന്നിരിക്കെ സഖാവ് AKG പോലുള്ള ആളുകൾ ഉയർത്തിയ വളരെ ഗൗരവതരമായ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും കൂടിയാണ്. രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്നത് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ ശവകുടീരത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനം, അദ്ദേഹം രാജ്യമെമ്പാടും നടന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കോൺഗ്രസിനെ, ചത്തുകിടക്കുന്ന കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം തന്നെ കാണുന്നുണ്ട് നമ്മൾ. ആ നിലയ്ക്ക് ഇതൊരു ചരിത്രം, ശരിക്കും പറഞ്ഞാൽ ആ നിലയ്ക്ക് ഇതിനെ കുട്ടി വായിക്കുമ്പോൾ ഒരു വലിയ തീർച്ചയായും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്ന കോൺഗ്രസിന്റെ പോരായ്മകൾക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന AKGയുടെ ആളുകൾ ഇന്ന് അതേ ജവഹർലാൽ നെഹ്റുവിന്റെ ഇടതുപക്ഷ വീക്ഷണത്തിൽ നിന്നും ചെറിയതായിട്ടെങ്കിലും വലത്തേക്ക് മാറി ആ കോൺഗ്രസ് എങ്കിലും ഇന്ത്യൻ അധികാരം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അങ്ങനെ ഒരു വലിയ തിരിച്ചടി ഇന്ത്യയാകെ നേരിടുമ്പോൾ കേരളത്തിന്റെ കാര്യം എടുത്താൽ, കേരളത്തിൽ ഇന്ന് സാധാരണക്കാർ അനുഭവിക്കുന്ന ഒട്ടേറെ അവകാശ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ശ്രീ AKG. അപ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുത്ത, അദ്ദേഹത്തിന്റെ കൂടി സഹകരണം നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹം എടുക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ അനുവദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തിയ മദ്രാസിലേക്കുള്ള പട്ടിണി ജാഥ എടുക്കാം. ഭൂമിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമരം തിരുവനന്തപുരത്തുകാർക്കറിയാം. മുടവൻ മുകളിലെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിലേക്ക് അദ്ദേഹം വലിയ മതിലെടുത്ത് ചാടി നടത്തിയ സമരം. അങ്ങനെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി
വലിയ തരത്തിലുള്ള നേതൃത്വം കൊടുത്തു. അതൊരു പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിലല്ല, മലയാളികളുടെ പൊതു നേതാവ് എന്ന തരത്തിലേക്ക് ഉയർന്ന മഹാനായ AKGയുടെ ഒരു കേരളം ഇന്ന് ഒട്ടേറെ രാഷ്ട്രീയമായ പുതിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് AKG പോലുള്ള ആളുകൾ, അതിനകത്ത് ശ്രീ AKGയെ പറ്റി ആവർത്തിച്ച് പറയുമ്പോൾ സഖാവ് AKGയോടൊപ്പം അന്ന് നിന്ന് കോൺഗ്രസിൽ നിന്ന ആളുകളുടെ തന്നെ ആശയങ്ങൾ പോലും AKG കോൺഗ്രസ്സുകാരനായിരുന്നു, EMS കോൺഗ്രസ്സുകാരനായിരുന്നു. അതെ, അവരുടെ കാലത്ത് AKGയുടെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പിൻഗാമികളും AKGയുടെ പിൻഗാമികളും ഇന്നെത്തി നിൽക്കുന്ന വലിയ ഗൗരവതരമായ ചില രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സമത്വബോധമുള്ള മലയാളികളുടെ സംസ്ഥാനം, അതിൻ്റെ ആ കരുത്ത്, അതിൻ്റെ ആ ലോകമാകെ അംഗീകരിക്കുന്ന അതിൻ്റെ ആ മനോഹാരിത, അതിനെ സംരക്ഷിക്കുവാനും അതിനെ കൂടുതൽ ശക്തമാക്കുവാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ വരുമോ അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ലക്ഷ്യമാണ്, നമ്മുടെയും കൂടെ ലക്ഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഇവിടെ മതേതരത്വം നിലനിൽക്കേണ്ടതുണ്ട്. മതേതരത്തിന് ചെറിയ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് മതേതരത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായ നൂറുകണക്കിന് ആളുകളുള്ള അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സമരഭൂമിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങുകയാണ്.